കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. പാലക്കാട് ജനത കുടിവെള്ളത്തിന് വിഷമിക്കുമ്പോൾ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകുന്നത് കുറ്റകരമാണെന്ന് സീറോ മലബാർ പ്രോ-ലൈഫ് അപ്പോസ്റ്റലേറ്റ്. ഇത് ജീവന്റെ സംസ്കാരത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്നും മദ്യപാനത്തിന് അടിമയായി മാറി കൊലപാതകം നടത്തുന്നതും അധ്യാപകരോട് വധഭീഷണി മുഴക്കുന്നതും സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. അതിനാൽ പുതിയ ബ്രൂവറി ഡിസ്റ്റിലറി ശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും പ്രോ-ലൈഫ് അപ്പോസ്റ്റലേറ്റ് ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ ആരോഗ്യവും ആയുസ്സും നഷ്ടപ്പെടുത്തുകയും കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന മദ്യം സുലഭമാക്കാനുള്ള പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് പ്രോ-ലൈഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് ആവശ്യപ്പെട്ടു. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് മലങ്കര സഭയുടെ പ്രകാശഗോപുരമായിരുന്നുവെന്ന് തിരുവല്ല അതിഭദ്രാസനാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂറിലോസ്. കൊട്ടാരക്കര കിഴക്കേതെരുവ് ഹോളി ട്രിനിറ്റി പള്ളിയിൽ മലങ്കര കാത്തലിക് അസോസിയേഷൻ തിരുവനന്തപുരം അതിഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സിറിൽ മാർ ബസേലിയോസ് അനുസ്മരണവും MCA പ്രവർത്തന വർഷ കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. MCA അതിഭദ്രാസന പ്രസിഡന്റ് റെജിമോൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രാഷ്ട്രീയ ഇടപെടൽ നടത്തുമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. പാലാരിവട്ടം POCയിൽ നടന്ന രാഷ്ട്രീയകാര്യ സമ്മേളനമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയും രൂപീകരിച്ചു. സമുദായത്തിന്റെയും കർഷകരുടെയും പ്രശ്നങ്ങൾ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നതിനാൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുന്നതിനാണ് പുതിയ സമിതി. പാലാരിവട്ടം POCയിൽ നടന്ന സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലെഗേറ്റ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ രാഷ്ട്രീയകാര്യ സമിതി പ്രഖ്യാപനം നടത്തി. സഭയുടെ ലേറ്റി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പ്രസംഗിച്ചു. പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിലാണ് സമിതി ചെയർമാൻ. സ്വന്തം മണ്ണിൽ അന്യരെ പോലെ ജീവിക്കേണ്ടി വരുന്ന മുനമ്പം ജനതയോട് നീതി കാണിക്കാത്ത ഭരണവൈകല്യം ജനാധിപത്യ വ്യവസ്ഥിതിക്ക് അപമാനകരമാണെന്ന് CBCI ലേറ്റി കൗൺസിൽ. മുനമ്പം ഭൂസമരം 100 ദിവസം പിന്നിട്ട വേളയിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സമരപന്തലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഭരണ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയുടെ പേരിൽ ജനങ്ങളെ വഴിയാധാരമാക്കാൻ അനുവദിക്കില്ലെന്ന് ഷെവിലർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ അറിയിച്ചു. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ടിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2025 ജൂബിലി ഇടവകകളിലും കൂട്ടായ്മകളിലും കുടുംബങ്ങളിലും അജപാലനത്തിന്റെ പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള വിളിയായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും എല്ലാ ഇടവകകളിലും മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന 10 കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രത്യാശയുടെ 10 അടയാളങ്ങൾ നടപ്പിലാക്കണമെന്നും മാർ തോമസ് തറയിൽ മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. 2025 ജൂബിലി വർഷത്തിന്റെ അതിരൂപതാ സമിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ ജൂബിലി വർഷ കർമ്മ പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. സമ്മേളനത്തിൽ പ്രോട്ടോസിൻ ജലൂസും ജൂബിലി ജനറൽ കൺവീനറുമായ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തനം മനുഷ്യന്റെ സമഗ്ര വികസനത്തിന് നടത്തുന്ന ആത്മസമർപ്പണമാണെന്ന മാനന്തവാടി രൂപത മെത്രാൻ മാർ ജോസ് പോരുന്നേടം. രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി WSSS ഹാളിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ പിതാവ്. 1974 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ സൊസൈറ്റി ഏറ്റെടുത്തതും നടപ്പാക്കിയതുമായ പ്രവർത്തനങ്ങൾ മാതൃകാപരവും ദൂരക്കാഴ്ചയിൽ നിന്നുള്ളതുമാണ്. കാരിത്താസ് ഇന്ത്യ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ അനിൽ ക്രാസ്റ്റ അധ്യക്ഷത വഹിച്ചു. കേരള സോഷ്യൽ സർവീസ് സൊസൈറ്റി മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ റൊമാൻസ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. സൊസൈറ്റിയുടെ 50 വർഷത്തെ ചരിത്രം ഉൾച്ചേർത്ത് തയ്യാറാക്കിയ വീഡിയോ ഫോട്ടോ പ്രദർശനം, കലാപരിപാടികൾ എന്നിവ നടന്നു. ക്യാൻസർ രോഗം മൂലം മുടി നഷ്ടപ്പെട്ട 72 പേർക്ക് അമല മെഡിക്കൽ കോളേജിൽ സൗജന്യമായി വിഗുകൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം ദേവമാതാ പ്രൊവിൻഷ്യൽ റെവറന്റ് ഡോക്ടർ ജോസ് നന്ദിക്കര നിർവഹിച്ചു. സ്തനാർബുദം ബാധിച്ച 30 രോഗികൾക്ക് നിറ്റൻ നോക്കേഴ്സും സൗജന്യമായി വിതരണം ചെയ്തു. കേശദാനം, സ്നേഹദാനം ക്യാമ്പുകൾ സംഘടിപ്പിച്ച 30 സ്ഥാപനങ്ങളെയും മുടി മുറിച്ചു നൽകിയ 35 വ്യക്തികളെയും മീറ്റിംഗിൽ മെമന്റോയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. ഇതിനോടകം 1800 ക്യാൻസർ രോഗികൾക്ക് അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സൗജന്യമായി വിഗുകൾ നൽകാൻ കഴിഞ്ഞതായി അമല ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി പറഞ്ഞു. ഇരുവള്ളി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവന്ദനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. യാത്രയയപ്പ് സമ്മേളനം കോട്ടയം അതിരൂപതാ സഹായ മെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു പൂനക്കുളം അധ്യക്ഷത വഹിച്ചു. തിരുവല്ല AEO മിനികുമാരി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശുഭ മേരി തോമസിനെ ആദരിച്ചു. അവാർഡ് ദാനവും നടന്നു. വത്തിക്കാന്റെ പൊന്തിഫിക്കൽ മാധ്യമ കാര്യാലയം ഒരുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ പാനലിസ്റ്റായി മലയാളി സിസ്റ്റർ ഇന്ത്യസ് ക്യാമറ നൺ എന്നറിയപ്പെടുന്ന
സിസ്റ്റർ ലിസ്മി പാറയിൽ CMC പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു കന്യാസ്ത്രീക്ക് ഈ അവസരം ലഭിക്കുന്നത്. ജനുവരി 24 മുതൽ 26 വരെ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി 22-23 തീയതികളിലാണ് ലോകമെമ്പാടുമുള്ള വിവിധ സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ളവരുടെ കോൺഫറൻസ് നടക്കുന്നത്. 23-ന് നടക്കുന്ന പാനൽ ഹിയറിംഗിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 3 പേരിൽ ഒരാളാണ് സിസ്റ്റർ ലിസ്മി. വിശ്വാസ വഴിയിലൂടെ ചരിക്കാൻ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് ഒരു വഴിവിളക്കായിരിക്കും സിസ്റ്റർ ലിസ്മിയുടെ സാന്നിധ്യമെന്നാണ് സിസ്റ്ററെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിൽ വത്തിക്കാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാനന്തവാടി രൂപതയിലെ വാഴവറ്റ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രധാന തിരുനാൾ ദിന തിരുക്കർമ്മങ്ങൾക്ക് കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിബി മുളങ്ങാട്ടിൽ, ഫാദർ ബിനോയ് കളപ്പുരക്കൽ എന്നിവർ സഹകാർമ്മികരായി. ഇടവക വികാരി ഫാദർ അനിൽ മുഞ്ഞനാട്ടിന്റെ നേതൃത്വത്തിൽ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ പിതാവിനെ ആദരിച്ചു. ഇടവകയിൽ പ്രധാന മതാധ്യാപകനായി ഒരിക്കൽ പോലും അവധിയെടുക്കാതെ 25 വർഷം പൂർത്തിയാക്കിയ ജോൺ പുല്ലാപ്പിള്ളിയെയും ഈ അവസരത്തിൽ അഭിമന്യ പിതാവ് ആദരിച്ചു. കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാത ദേവാലയ തിരുനാൾ ഫെബ്രുവരി 2 മുതൽ 18 വരെ. 1908 ഫ്രഞ്ച് മിഷണറി ഫാദർ ആർമൻ ഷാങ് മാരി ജെഫ്രിനോ സ്ഥാപിച്ച ഈ ദേവാലയത്തിന്റെ 117ാമത് വാർഷിക ആഘോഷവും ഇതോടൊപ്പം നടക്കും. ഫെബ്രുവരി 2-ന് ഞായറാഴ്ച വൈകുന്നേരം 4:30-ന് വികാരി റെവറൻഡ് ഡോക്ടർ അലോഷ്യസ് കുളങ്ങര തിരുനാൾ കൊടിയേറ്റും. ബെൽജിയത്തിൽ നിന്നും എത്തി 41 വർഷത്തെ മിഷൻ പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് കരുതലും കരുത്തുമായി മാറിയ നെയ്യാറ്റിൻകര രൂപതയുടെ പ്രഥമ ദേവദാസൻ മുതിയാവിള വലിയച്ഛൻ എന്നറിയപ്പെടുന്ന ഫാദർ അദയോദാത്തൂസിന്റെ ജീവിതം സംക്ഷിപ്തമായി പ്രദർശനത്തിന് എത്തി. ജ്വലിക്കുന്ന ഹൃദയവും ചലിക്കുന്ന കാലുകളുമുള്ള ഒരു മിഷണറി വൈദികന്റെ ജീവിതകഥ പറയുന്ന ദൃശ്യാവിഷ്കരണം ശ്രദ്ധ നേടുകയാണ്. ഫാദർ അദയോദാത്തൂസിന്റെ നിസ്വാർത്ഥ ജീവിത മാതൃക യുവഹൃദയങ്ങളിൽ വിശുദ്ധിയുടെയും മിഷണറി തീക്ഷ്ണതയുടെയും ജ്വാല കൊളുത്തുന്നതാണ്. അതിരൂപതയുടെ മേൽനോട്ടത്തിലുള്ള ചങ്ങനാശ്ശേരി SB സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ റെവറൻഡ് ഡോക്ടർ ക്രിസ്റ്റോ നേരിയമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വർഗീസ് സ്ഥാനമാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി മാത്യുവിനെയും മറ്റ് അധ്യാപകരെയും ആദരിച്ചു. സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ വർഗീസ് കൈതപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കറുകയിൽ മുഖ്യപ്രഭാഷണം നടത്തി. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 65ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്റ്റർ സിസ്റ്റർ KM ലിനറ്റിനുള്ള യാത്രയപ്പ് സമ്മേളനവും മാനന്തവാടി രൂപത സഹായ മെത്രാൻമാർ അലക്സ് താരാമംഗലം ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ ലിനറ്റ്, ചിറ്റാരിക്കാൽ AEO PP രത്നാകരൻ, മുൻ അധ്യാപകൻ ഫ്ലാബിയൻ KJ എന്നിവരെ ആദരിച്ചു. സംസ്ഥാനതല വിജയികളെ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. കുട്ടികളുടെ കലാവിരുന്നോടെ സമ്മേളനം സമാപിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.